അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പായിപ്പട പഞ്ചായത്തിൽ നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് കനത്ത തിരിച്ചടി. UDF അംഗമായിരുന്ന വിജി പ്രഭാകരൻ LDF-നൊപ്പം നിന്ന് വിജയിച്ചു. തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി നിജി ഷാനവാസിന് പരാജയം. പായിപ്പട പഞ്ചായത്തിൽ ബുധനാഴ്ച നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് കനത്ത തിരിച്ചടി. 4 വർഷമായി UDF മുന്നണിയിലെ കോൺഗ്രസ് അംഗമായിരുന്ന 15-ാം വാർഡ് മെമ്പർ വിജി പ്രഭാകരൻ തെരഞ്ഞെടുപ്പ് ദിവസം LDF-നൊപ്പം നിന്ന് വിജയിച്ചു. UDF സ്ഥാനാർത്ഥി 12-ാം വാർഡ് മെമ്പർ നിജി ഷാനവാസിനെ പരാജയപ്പെടുത്തിയാണ് വിജി പ്രഭാകരൻ വിജയിച്ചത്. തെരഞ്ഞെടുപ്പിൽ വിജി പ്രഭാകരൻ 11 വോട്ടുകളും നിജി ഷാനവാസ് 10 വോട്ടുകളും നേടി. UDF-ലെ ധാരണ പ്രകാരം കോൺഗ്രസിലെ 10-ാം വാർഡ് മെമ്പർ ഷോബി അനിൽ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ UDF-ന് കനത്ത തിരിച്ചടിയാണ് വിജി പ്രഭാകരന്റെ കൂടുമാറ്റം. ബുധനാഴ്ച നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ മുജീബ് PM വരണാധികാരിയായി. വിജി പ്രഭാകരൻ 11 വോട്ടും ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 11 വോട്ട് ലഭിച്ച വിജി പ്രഭാകരൻ പായിപ്പട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റ വിജി പ്രഭാകരനെ LDF പ്രവർത്തകർ പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചു. പായിപ്പട ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വിജി പ്രഭാകരൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ വിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് നേരിട്ട അവഗണനയും താൻ ജനിച്ചു വളർന്ന സമുദായത്തെ അധികരിച്ച മോശമായ പെരുമാറ്റവും നേരിടേണ്ടി വന്നതിനാലാണ് LDF-നൊപ്പം ചേർന്നതെന്ന് വിജി പ്രഭാകരൻ പറഞ്ഞു. എനിക്ക് അനുഭവപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഞാനൊരു സാധാരണക്കാരിയാണ്. അതിലുപരിയായിട്ട് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സമുദായപരമായിട്ട് എനിക്കൊത്തിരി ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ആ സമുദായത്തെ അധികരിച്ചുകൊണ്ട് എന്നെ മോശമായിട്ട് സംസാരിക്കാനും ഒക്കെ ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്ന സാഹചര്യത്തിലെല്ലാം എനിക്ക് ശരിയായ രീതിയിൽ നീതി കിട്ടിയില്ല. ഇന്ന് രാവിലെ കൂടി ഞാൻ വളരെ ആലോചിച്ചതിന് ശേഷമാണ് ഈ ഒരു തീരുമാനമെടുത്തത്. UDF സംവിധാനത്തിലെ ഏറ്റവും പ്രായമുള്ള എനിക്ക് കിട്ടാത്ത നീതി, ആ നീതിയാണ് ഇന്ന് എന്നെ ഈ പായിപ്പട ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് LDF-ൻ്റെ മെമ്പർമാർ തിരഞ്ഞെടുത്ത് ഇവിടെ എന്നെ ഈ പോസ്റ്റിലേക്ക് ആക്കിയിരിക്കുന്നു. വളരെ മോശമായ അവഗണനയ്ക്കുള്ള ഒരു പ്രതിവിധിയാണ് ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തത്. അതിന് എനിക്ക് നന്നായിട്ടറിയാം, ഞാൻ ഈ തിരഞ്ഞെടുത്ത വഴി ഒരു കാരണവശാലും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട തരത്തിലല്ല തിരഞ്ഞെടുത്തത്. കാരണം അർഹതയുള്ളത് തന്നെയാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു തീരുമാനം എടുത്ത് ഇന്ന് രാവിലെ LDF-ൻ്റെ ഭാഗമാകാൻ തീരുമാനിച്ചത്. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. ഒരു സാധാരണക്കാരി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ കൊടുക്കേണ്ട നീതി ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു താക്കീത് കൂടിയാണ് എൻ്റെ ഈ ഒരു പാർട്ടി മാറ്റമെന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ ഒരിക്കൽ പോലും വിജി പ്രഭാകരൻ ആവശ്യം ഉന്നയിച്ചിരുന്നില്ലെന്നും അങ്ങനെ ഒരു ആവശ്യം ഉയർത്തിയിരുന്നെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകുമായിരുന്നെന്നും ഇതുകൊണ്ടൊന്നും UDF-നെ തകർക്കാൻ LDF-നാവില്ലെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി പറഞ്ഞു. ഇങ്ങനെ വൈസ് പ്രസിഡന്റ് ആകണമെന്ന് ഒരു ആവശ്യം പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായും അക്കാര്യം പരിഗണിച്ച്
അവർക്ക് വൈസ് പ്രസിഡന്റ് ആകുവാൻ UDF തന്നെ അവസരം ഒരുക്കി കൊടുക്കുമായിരുന്നു. പക്ഷേ ഒരു പാർട്ടിയോട് അവരെ വിജയിപ്പിക്കുവാൻ പ്രവർത്തിച്ച പ്രവർത്തകരെയും അതുപോലെ തന്നെ ഇത്രയും നാളും അവരുടെ പ്രതിസന്ധികളിലൊക്കെ കൂടെ നിന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഒക്കെ വളരെ മോശമായി കരുതിക്കൊണ്ട് അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ മറുകണ്ഠം ചാടി വിശ്വാസവഞ്ചനയും ചതിയും കാണിക്കുന്ന പ്രവൃത്തിയാണ് ഈ 15-ാം വാർഡ് മെമ്പറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ശരിയായ രീതിയിൽ പറഞ്ഞാൽ അവരുടെ പേര് പറയാൻ തന്നെ ഞങ്ങൾക്ക് ഒരു ലജ്ജ തോന്നുന്നൊരവസ്ഥയാണുള്ളത്. കാരണം ഏതൊരാൾക്കും ഏത് ആവശ്യവും ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം വേണമെങ്കിൽ അത് പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള കമ്മിറ്റികൾ അവർക്ക് പറയാമായിരുന്നു. ആ പറയാനുള്ള മുഴുവൻ സാഹചര്യവും ഇതിന് വിപ്പ് കൈപ്പറ്റുന്ന സമയത്തും അതുപോലെ ഇന്ന് രാവിലെ പാർലമെന്ററി പാർട്ടി കൂടുന്ന സമയത്തും എല്ലാം വളരെ സന്തോഷപൂർവ്വം വോട്ട് ചെയ്യാൻ ഞങ്ങളോടൊപ്പം പോകുന്ന ഒരു വ്യക്തിയാണ് കൂറുമാറി പോയിരിക്കുന്നത്. നഷ്ടപ്പെട്ടതിൽ നിന്നും കരുത്താർജിച്ച് ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ ഭരണസമിതികളിലേക്ക് തിരിച്ച് ഊർജത്തോടുകൂടി വരുവാൻ അതിൻ്റെ കർമ്മശേഷിയുടെ പ്രവർത്തകരാണ് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ. തീർച്ചയായും ഞങ്ങൾക്ക് ഉണ്ടായ നഷ്ടം ഞങ്ങളുടെ കൂടെ നിന്ന് കൂറുമാറി അപ്പുറത്തേക്ക് പോയി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ഈ രണ്ട് പേരും ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ച നഷ്ടം തീർച്ചയായും പ്രവർത്തിച്ച് കരുത്താർജിച്ച് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ നല്ല രീതിയിൽ അതിന് തിരിച്ചടി കൊടുക്കാൻ ഐക്യജനാധിപത്യ മുന്നണി സജ്ജമാകും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് മാത്രം ഞാൻ ഈ അവസരം സൂചിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ UDF അംഗങ്ങൾക്കൊപ്പം പഞ്ചായത്തിലെത്തിയ വിജയ പ്രഭാകരൻ തിരഞ്ഞെടുപ്പ് ആരംഭിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഐക്യജനാധിപത്യ മുന്നണിക്ക് പായിപ്പട പഞ്ചായത്തിൽ നിന്നും തുടർച്ചയായി പ്രഹരമാണ് ഏറ്റുകൊണ്ടിരിക്കുന്നത്. മുൻപ് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗമായിരുന്ന PM അസീസ് സമാനമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് സമയം LDF-നൊപ്പം ചേർന്ന് അട്ടിമറിയിലൂടെ പ്രസിഡന്റ് സ്ഥാനം പിടിച്ചെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിംഗ് ഫ്രം മെന്റർ അക്കാഡമി, എക്സ്പെർട്ട് ലെവൽ ട്രെയിനിംഗ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ്. വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാം ട്രാൻസ്പെറൻറ്റ്, വിശ്വസ്തം.